ദൈവവുമായുള്ള ബന്ധത്തിൽ നീ ഇന്ന് തളർന്നിരിക്കരുത്. വലിയൊരു കാര്യം നിനക്കുള്ളത് കൊണ്ട് നീ ഒരു വലിയ തിടുക്കത്തോടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ, നിരാശപ്പെടുവാൻ ആയിരക്കണക്കിന് പ്രശ്നം നിന്നിലുണ്ടെങ്കിലും അതൊന്നും നിന്നെ ബാധിക്കാതെ നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നീ സജീവമാകാൻ കർത്താവ് പറയുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം. ഭൂതങ്ങൾ ബാധിച്ചിരുന്ന ഈ മകൾ യേശുവളെ വിടുവിച്ചു. ആ വിടുതലിൽ അവൾ മതിമറന്ന് തന്റെ ജീവിതത്തെ തന്നെ ബോധിച്ചതുപോലെ ജീവിച്ചില്ല. ആ വിടുതലിന്റെ ശേഷം അവൾ യേശുവുമായി സഞ്ചരിക്കാൻ തുടങ്ങി. നമ്മൾ ഇവിടെ കാണുന്ന ചരിത്രം, യേശു മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ട് അതിൻ്റെ 3-ാം ദിവസം രാവിലെ ഇവൾ യേശുവിന് വേണ്ടി സുഗന്ധവർഗമിടുവാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അകത്ത് യേശു മരിച്ചില്ലേ? അതെ, അവിടെ അകത്ത് യേശു മരിച്ചില്ല. അവിടെ അകത്ത് യേശു ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോഴേ ചിലർക്ക് യേശു മരിച്ചിരിക്കുക, അതുകൊണ്ട് അവര് അങ്ങ് മയങ്ങിക്കിടക്കുക. എന്നാൽ മരിച്ചിട്ടും അത് ഉൾക്കൊള്ളാതെ യേശുവിന് വേണ്ടി എന്താണ് ചെയ്യണമെന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നൊരു സഹോദരി, യേശുവിന് വേണ്ടി ഒരു ഒരുക്കം നിനക്കുണ്ടാകണം. ആമേൻ. യേശുവിന് വേണ്ടി ചിലതൊക്കെ എനിക്ക് ചെയ്യണം, യേശുവിന് വേണ്ടി എനിക്ക് ചിലതൊക്കെ ചെയ്യണം, യേശുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടണം എന്നൊരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് യേശുവിന് വേണ്ടി ചിലത് ചെയ്യണം, എനിക്ക് യേശുവിന് വേണ്ടി ചിലത് ചെയ്യണം. അങ്ങനത്തെ ഒരു അടുത്ത ഫേസ് നിന്റെ ലൈഫിൽ ദൈവം തുറക്കാൻ ആഗ്രഹിക്കുകയാണ്.